ഫാഷനബിൾ ആണോ? എങ്കിൽ ആ ഫാഷൻ നിങ്ങൾക്ക് കരിയർ ആക്കിക്കൂടെ? എന്നാൽ വേറെ എവിടെയും പോകണ്ട. സെൻട്രൽ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ചിത്ര വിമൻസ് അക്കാദമിയിൽ ജോയിൻ ചെയ്യൂ. സൗത്ത് പനമണ്ണയിലെ ഇത്തിയാൻമല ക്വാറിക്കെതിരെ നഗരസഭ നൽകിയ സ്റ്റോപ്പ് മെമ്മോ പിൻവലിച്ചതിനെതിരെ കൗൺസിൽ യോഗത്തിൽ രൂക്ഷ വിമർശനം. സൗത്ത് പനമണ്ണയിലെ ഇത്തിയാൻമല ക്വാറിക്കെതിരെ നഗരസഭ നൽകിയ സ്റ്റോപ്പ് മെമ്മോ നഗരസഭാ സെക്രട്ടറി ഭാഗികമായി പിൻവലിച്ചതിനെതിരെ കൗൺസിൽ യോഗത്തിൽ രൂക്ഷ വിമർശനം. ക്വാറിയുടെ പ്രവർത്തനത്തിനെതിരെ നൽകിയ സ്റ്റോപ്പ് മെമ്മോ നഗരസഭാ സെക്രട്ടറി സ്വന്തം ഇഷ്ടപ്രകാരം പിൻവലിച്ചതാണെന്നും ഇതിലൂടെ ക്വാറി ഉടമകളെ സഹായിക്കുകയാണ് ചെയ്തതെന്നും UDF കൗൺസിലർ PMA ജലീൽ ആരോപിച്ചു. സ്റ്റോപ്പ് മെമ്മോ നൽകുമ്പോൾ അത് താൽക്കാലികമാണോ സ്ഥിരമാണോ എന്ന കാര്യം ഉത്തരവിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൃത്യമായി മനസ്സിലുണ്ടായിരുന്നു ഭാഗികമായി ഇത്ര തീയതി വരെ പിൻവലിക്കുന്നു എന്ന് നൽകിയതായിരുന്നു. അതുപോലെ സെക്രട്ടറി കാണിച്ചില്ല, ഡേറ്റ് കാണിച്ചില്ല. ആ ഡേറ്റ് ഒന്നെങ്കിൽ കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ വായിച്ചിട്ടില്ല. അങ്ങനെയാണ് ഭാഗികമായി പിൻവലിക്കുന്ന ഒരു ഉത്തരവ് കൊടുക്കുക. ഇത് ക്വാറി മുതലാളിമാരെ സഹായിക്കുന്നതിന് വേണ്ടി സെക്രട്ടറി മാത്രം ചെയ്തതായിരുന്നു കാണുന്നില്ല. സെക്രട്ടറിയുടെ മാത്രം ഉത്തരവായി കാണുന്നില്ല. അതാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടാനുള്ളത്. ആ ഭാഗികമായി സ്റ്റോപ്പ് മെമ്മോ പിൻവലിച്ചത് ക്വാറി പ്രവർത്തനം പുനരാരംഭിക്കാനല്ലെന്നും ക്വാറിയിലേക്ക് വഴി ഒരുക്കുന്നതിനിടെ കൂട്ടിയിട്ട മണ്ണും മാലിന്യങ്ങളും നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണെന്നും സെക്രട്ടറി വ്യക്തമാക്കി. നിലവിൽ ശക്തമായ മഴ പെയ്താൽ ഈ മണ്ണ് ഒഴുകി താഴെയുള്ള സ്കൂൾ പ്രദേശത്തേക്കും ജനവാസ മേഖലയിലേക്കും എത്താൻ സാധ്യതയുള്ള സാഹചര്യം കണക്കിലെടുത്താണ് നടപടി സ്വീകരിച്ചതെന്നും സെക്രട്ടറി കൗൺസിലിൽ മറുപടി നൽകി. എനിക്ക് കൊടുക്കാനുള്ളത് സ്റ്റോക്ക് ചെയ്യാനും അവിടെ പുറത്തേക്ക് കൊണ്ടുപോകാൻ, അവിടെ പുറത്തേക്ക് കൊണ്ടുപോകാൻ സ്റ്റോക്ക് ചെയ്യാനുള്ള അധികാരം മാത്രമേ നമുക്കുള്ളൂ. അതിലാണ് ഇപ്പോൾ ഒരു ലോഡ് പോലും പുറത്തു പോകാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ റോഡിലൂടെ വലിയ ഭാരങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല. വലിയ ഭാരമുള്ള വാഹനം വന്നാൽ ആ മണ്ണിടിഞ്ഞ് സ്കൂളിലേക്ക് വരും. അതുകൊണ്ടാണ് അതിനുള്ള വാഹനക്കാരൻ നിർവഹിച്ച ഒരു ലോഡ് പോലും പോകാതെ വന്ന് ആ റോഡ് വൃത്തിയാക്കി സ്കൂളിൽ വന്ന കേടുപാടും ഒരു ചെറിയ ഊർജ്ജമുണ്ട്, അത് അടച്ചിട്ടുണ്ട്. അത് കൃത്യമായി പുനഃസ്ഥാപിക്കാനുമാണ് ഉത്തരവ് കൊടുക്കുന്നത്. അത് കൊടുത്ത് ഇവിടെ രേഖാമൂലം അനുവദിച്ചാൽ മാത്രമേ. എന്നാൽ സ്റ്റോപ്പ് മെമ്മോ പിൻവലിക്കുന്നതിന് മുൻപ് ജനപ്രതിനിധികളുമായോ വാർഡ് തലത്തിലുള്ള ജനകീയ സമിതികളുമായോ യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നത് ഗുരുതര വീഴ്ചയാണെന്ന് BJP കൗൺസിലർ സ്വരൂപ് വിമർശിച്ചു. ഹിയറിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ ഫോൺ വിളിയിലൂടെ മാത്രമായി നടത്തിയത് എന്തുകൊണ്ടാണെന്ന് സെക്രട്ടറി കൗൺസിലിൽ വിശദീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജനപ്രതിനിധികളെന്ന നിലയിൽ ഒരു കൂടിയാലോചന പോലും നടത്താതെ അതുപോലെ തന്നെ അവിടെ ജനകീയ സമിതി അവിടെ പ്രക്ഷോഭം നടത്തുന്നുണ്ട്. ഈ കാര്യങ്ങൾ അവിടുത്തെ ആളുകളായിട്ട് ഒരു ചർച്ച ചെയ്യാതെ അതുപോലെ തന്നെ ഒരു ഹിയറിംഗിന് സെക്രട്ടറി ഫോണിലൂടെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. ഒരു രേഖാമൂലം ഹിയറിംഗിന് പങ്കെടുക്കാൻ പോലും അവർക്കൊരു കത്ത് കൊടുക്കാതെ ഇത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് പിൻവലിച്ച് അവർക്ക് അവിടെ പാറ പൊട്ടിക്കാനും മണ്ണ് മാറ്റാനുമുള്ള അനുമതി എന്തുകൊണ്ട് കൊടുത്തു എന്നുള്ളത് ഈ കൗൺസിലിൽ വ്യക്തമാക്കാം. അത് എന്താണ് അതിന്റെ നിയമം? ഇതിനൊപ്പം സ്റ്റോപ്പ് മെമ്മോ നൽകിയതിന് 2 ദിവസത്തിനകം തന്നെ ജിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ പരിശോധന പോലും നടന്നിട്ടില്ലാത്ത സാഹചര്യത്തിൽ അനുമതി നൽകിയത് തെറ്റായ നടപടിയാണെന്ന് LDF കൗൺസിലർ ഷിബു ആരോപിച്ചു. ജനവാസ മേഖലകൾക്ക് ഭീഷണി നിലനിൽക്കെ ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടതിന്റെ വ്യക്തമായ വിശദീകരണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആ ക്വാറിക്ക് അനുമതി കൊടുക്കുന്നത് ഏത് രീതിക്കാണെന്നുള്ളത് സെക്രട്ടറി കൗൺസിലിന് മുന്നാകെ മറുപടി പറഞ്ഞു പോകേണ്ടതാണ്. ജനങ്ങളെ ആകെ വലിയ രീതിയിൽ ഭീതി നിൽക്കുമ്പോൾ ജിയോളജി വകുപ്പോ മറ്റനുബന്ധമായി ബന്ധപ്പെട്ടുള്ള വകുപ്പുകളോ ആരും ആ ക്വാറി വിസിറ്റ് ചെയ്യാൻ പോലും വരാത്ത സാഹചര്യത്തിൽ 2 ദിവസം കഴിയുമ്പോഴേക്കും തിരക്ക് പിടിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള അനുമതി കൊടുക്കുന്നത് ഒരു തെറ്റായ പ്രവണതയാണ്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സമ്മതിക്കില്ല, ഒരു തരത്തിലും അംഗീകരിച്ച് പോകാനും കഴിയില്ല. അതിന് കൃത്യമായ മറുപടി സെക്രട്ടറി എന്നീ കൗൺസിലർക്ക് സൂചിപ്പിച്ചു പോകണം. നിലവിൽ അതിനകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു അവർക്ക് തുടർ നടപടിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പിൻവലിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി സെക്രട്ടറി. അതേസമയം സെക്രട്ടറി നൽകിയ വിശദീകരണത്തിൽ പറഞ്ഞ സാഹചര്യം അവിടെ നിലവിലുണ്ടായിരുന്നതിനാലാണ് സ്റ്റോപ്പ് മെമ്മോ പിൻവലിച്ചതെന്നും എന്നാൽ വീണ്ടും ക്വാറി പ്രവർത്തനം ആരംഭിച്ച സാഹചര്യത്തിൽ സ്റ്റോപ്പ് മെമ്മോ പിൻവലിച്ച ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സൺ സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും ഒറ്റപ്പാലം നഗരസഭാ വൈസ് ചെയർമാൻ രാജേഷ് അറിയിച്ചു. വളരെ വലിയ രൂപത്തിൽ മണ്ണ് ഇടിച്ച് നീക്കിയിട്ടുള്ളത് അപകടകരമായ ഒരു സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത്. അതായത് വസ്തുതയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ സെക്രട്ടറി താൽക്കാലികമായി അത് നിർത്തിവെക്കാൻ ആവശ്യമായി ഉത്തരവ് കൊടുത്തു എന്ന് അറിയിച്ചതാണ്. ഉത്തരവ് കൊടുത്തു.
പക്ഷെ അതിനുശേഷം താൽക്കാലികമായി ഭാഗികമായി ഉത്തരവും ആരോപിച്ചതായിട്ടാണ് മനസ്സിലായത്. ഇന്നലെ അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് സെക്രട്ടറി നഗരസഭാ ചെയർപേഴ്സന്റെ മേശപ്പുറത്ത് വെച്ചായി ശ്രദ്ധയിൽപ്പെട്ടു. ഉടൻ തന്നെ നഗരസഭാ ചെയർപേഴ്സൺ അടുത്തേക്ക് ആ കാര്യത്തിൽ ഉചിതമായ നടപടിയെടുക്കുക.